ഹായ് ഫ്രണ്ട്സ്, പൂക്കളം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡിസൈനാണ്. ആദ്യം നമ്മളൊരു സർക്കിൾ വരച്ചു, അതിൻ്റെ ഉള്ളിലായിട്ട് കാർഡായിട്ടുള്ള ഒരു പോർഷൻ ഫിഗർ കണ്ടിരിക്കുമ്പോൾ വരച്ച്, എന്നിട്ട് അത് കണക്ട് ചെയ്ത് വരച്ചു. ഇത്രയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇഷ്ടപ്പെട്ട ഡിസൈൻ നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വരയ്ക്കാവുന്നതാണ് സിമ്പിളായിട്ട്. ഇപ്പോൾ നമ്മൾ അത് ജോയിൻ ചെയ്താണ് വരച്ചത്, അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്. നിങ്ങൾ പൂക്കളം ഇട്ട ശേഷം അതിൻ്റെ ഇമേജ് നമ്മുടെ ഫേസ്ബുക്ക് പേജിലേക്ക് മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ ഷെയർ ചെയ്യാം, ടാഗ് ചെയ്യുകയൊക്കെ ചെയ്യാം. അതിന് ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിഗറിൽ കാണുമ്പോഴത്തെ ഷേപ്പ് നമ്മൾ അപ്പുറത്ത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലുമായിട്ട് വരച്ചു. ഇനി താഴോട്ടായിട്ട് ഈ പൂവിൻ്റെ ഇതൾ പോലത്തെ ഷേപ്പാണ് നമ്മളിവിടെ വരച്ചെടുക്കുന്നത്. പൂവിൻ്റെ ഇതൾ പോലത്തെ ഷേപ്പ് വീണ്ടും വരച്ചെടുത്തു. അപ്പോൾ ഈ പൂക്കളം എങ്ങനെയാണ് വരയ്ക്കുന്ന എന്നൊരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണയാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. വീണ്ടും ആ ഷേപ്പ് തന്നെ വരച്ചു. അപ്പോൾ ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് ഈ പൂക്കളം എന്തായാലും വരച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇനി മുകളിൽ ഒരു സർക്കിൾ പകുതി ഹാഫ് പോർഷൻ മുകളിലും വരച്ചിട്ടുണ്ട്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ഇനി അതും കംപ്ലീറ്റ് ചെയ്ത് മുകളിലായിട്ട് വീണ്ടും ഒരു തിക്നെസ് കൊടുക്കാനായിട്ട് സർക്കിൾ കംപ്ലീറ്റ് ചെയ്ത് വരച്ചു. ഇനി അതിൻ്റെ മുകളിലും ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്ത് വരച്ചു. അപ്പോൾ ഇത്രയാണ് ചെയ്തത്. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇത്രയും സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള പോർഷനിൽ ഇതുപോലത്തെ കാർഡ് അല്ല സിമ്പിൾസ് ഇങ്ങനെയാണ് ഫിഗർ തന്നിരിക്കുന്നത്, അതുപോലെ വരച്ചെടുക്കുക. ഓക്കെ, ഞാനൊരു കർവ്ഡ് സിമ്പിൾസ് വരച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് ഞാൻ വരച്ചു. ഇനി താഴോട്ടും വരയ്ക്കാനുണ്ട്. അതും കറക്റ്റായിട്ട് നമ്മൾ വരയ്ക്കേണ്ടതാണ്. മാക്സിമം സിമെട്രിക്കലായിട്ട് തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക. എത്രത്തോളം സിമെട്രിക്കലായിരിക്കും അത്രത്തോളം ഫിഗറിന് ഭംഗി കൂടും. ഇനി താഴെ നമ്മൾ വീണ്ടും ഒരു പോർഷൻ, ഒരു കർവായിട്ടുള്ള ഒരു പോർഷൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, അതും കണക്ട് ചെയ്ത് ഒരു ഇതുപോലത്തെ ഒരു ഷേപ്പ് നമ്മൾ വരച്ചെടുത്തു. ഇനി അത് കണക്ട് ചെയ്ത് ഒരു തിക്നെസ് കൊടുക്കാനായിട്ട് ഒരു കർവ് കൂടെ അതിൽ വരച്ചെടുത്തിട്ടുണ്ട്. മുകളിലും ഒരു കർവ് കൂടെ വീണ്ടും വരച്ചെടുത്തു. ഓക്കെ, അതിന് വീണ്ടും ഒരു തിക്നെസ് കൊടുക്കാനായിട്ട് വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് ഒരു കർവ് വരച്ചെടുത്തു. ഓക്കെ, ആ പോർഷൻ ഒരു ട്രയാങ്കിളാക്കി ഞാൻ മാറ്റിയെടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഈ ഡിസൈൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. തിരുവാതിര ഡിസൈനാണിത്. അപ്പോൾ ആ ഒരു ഡിസൈൻ ചെയ്തെടുക്കേണ്ട എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതുപോലെ ഫിഗർ കണ്ടിരിക്കും പോലെ ഇതുപോലെ വരച്ചെടുക്കുക. കൈയുടെ പോർഷനും അതുപോലെ ഫിഗറിൽ കണ്ടിരിക്കും പോലെ വരയ്ക്കുക. ഹെഡിൻ്റെ പോർഷനാണത്, അത് നമുക്ക് പിന്നീട് ശരിയാക്കാം. ജസ്റ്റ് ഒന്ന് വരച്ചിടുക. ഇനി ജസ്റ്റ് ഒന്ന് ഹെയറിൻ്റെ പോർഷനും ജസ്റ്റ് ഒന്ന് വരച്ചിട്ടു. ബാക്കി നമുക്ക് പിന്നീട് ശരിയാക്കാവുന്നതാണ്. ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇനി ആ കൈയുടെ പോർഷൻ ലെഫ്റ്റ് സൈഡിലുള്ള കൈയിലെ പോർഷനും വരച്ചെടുത്തു. ഹെയർ പോർഷനും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഹെയർ പോർഷൻ നമുക്ക് പൂവിടുമ്പോൾ ഇതുപോലെ ആയി മാറും. ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക. ഇനി ഒരു മാലയുടെ പോർഷൻ പോലെ ഇതും വരച്ചെടുക്കുക. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ഈ പൂക്കളം കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി മോൾ ഭാഗത്ത് നമ്മൾ തന്നിരിക്കുന്ന സ്ട്രൈറ്റ് ലൈൻസ് വരച്ച് സ്പ്ലിറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ വരച്ച് എടുക്കേണ്ടതാണ് മോൾ ഭാഗത്ത്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് കളേഴ്സ് അവിടെ ഇടാവുന്നതാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ടാണ് അത് നമ്മളിങ്ങനെ വരച്ചെടുക്കുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് ഈ പൂക്കളം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ പൂക്കളം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് ഒരു അടിപൊളി പൂക്കളം നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.
ഇനിയും ഒരുപാട് നല്ല നല്ല ഡിസൈനുകൾ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം പൂക്കളം ടീം.